നമ്മൾ ഇപ്പോൾ കാണുന്നത് മറ്റൊരു പ്രതിഷേധത്തിന്റെ ദൃശ്യമാണ്. ഇത് കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ കോട്ടയം DCCയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് അതിൽ ബിന്ദു എന്ന 53-കാരി മരിക്കാനിടയായ സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ സർക്കാരിന്റെ നിസ്സഹായതയ്ക്ക് മുന്നിൽ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകാതിരുന്നതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ മുദ്രാവാക്യ വിളികളുമായി കോൺഗ്രസ് പ്രവർത്തകർ എത്തുന്നതാണ്. കോട്ടയം DCCയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് നമ്മൾ കാണുന്നത് തലയോലപ്പറമ്പിൽ ഇന്നലെ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ KPCC പ്രസിഡന്റ് എത്തിയിട്ടുണ്ട് ബിന്ദുവിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. നേരത്തെ ചാണ്ടി ഉമ്മൻ MLA അവിടെ എത്തി ബിന്ദുവിന്റെ വീട്ടുകാരെ ആശ്വസിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ KPCC പ്രസിഡന്റിനെ നമുക്ക് കാണാം. കോൺഗ്രസ് നേതാക്കളും ബിന്ദുവിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു. നാടൊന്നാകെ കണ്ണീരണിഞ്ഞ് എത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് തലയോലപ്പറമ്പിൽ നിന്നുള്ളത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, അതോടൊപ്പം തന്നെ PC വിഷ്ണുനാഥ് MLA എന്നിവരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്നു. മറുഭാഗത്ത് നമ്മൾ കാണുന്നത് കോട്ടയം DCCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ ആരോഗ്യ വകുപ്പിനെതിരെ മുദ്രാവാക്യ വിളികളുമായി കോൺഗ്രസ് പ്രവർത്തകർ ഒത്തുകൂടിയിരിക്കുന്നു. കോട്ടയം DCCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധത്തിന്റെ കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയവും അത്താണിയുമായിരുന്ന ബിന്ദു ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ മരിച്ചപ്പോൾ ആ കുടുംബത്തിന് ഇല്ലാതായത് അവരുടെ പ്രതീക്ഷകളാണ്. മകൻ നവനീത് ആദ്യ ശമ്പളവുമായി അമ്മയെ കാണാൻ വേണ്ടി എത്തിയതായിരുന്നു. അമ്മയുടെ ചേതനേറ്റ ശരീരമാണ് നവനീത് കണ്ടത്. അതിൽ മനം നൊന്ത് അതിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നവനീതിന്റെ ചിത്രം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു കാലത്ത് മായാത്ത വേദനയുടെ ദൃശ്യങ്ങളായി നിൽക്കുന്നു. മകൾ നവമിയുടെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ 1-2 ആഴ്ചകളായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബിന്ദുവും ഭർത്താവും വിശ്രുതനും ഉണ്ടായിരുന്നത്. ഇന്നലെ രാവിലെ ശുചിമുറിയിലേക്ക് കുളിക്കാൻ വേണ്ടി പോയപ്പോഴാണ് അപകടമുണ്ടായതും ബിന്ദുവിൻ്റെ ജീവൻ നഷ്ടമായതും. അത് അസഹനീയവും അപ്രതീക്ഷിതവും ഇപ്പോഴും അവിശ്വസനീയവുമായി കുടുംബത്തിന് മുന്നിൽ നിൽക്കുന്നു. വിശ്രുതൻ ഇന്നലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഈ മക്കളെയൊക്കെ വളർത്തിയതെല്ലാം നോക്കിയതും അവളായിരുന്നു എന്നാണ് ഭാര്യയെക്കുറിച്ച് വിശ്രുതൻ പറഞ്ഞത്. കൂടുതലൊന്നും പറയാൻ കഴിയാതെ വിശ്രുതൻ വിങ്ങിപ്പൊട്ടുന്നത് നമ്മൾ കണ്ടു. ആ കുടുംബത്തെ സംബന്ധിച്ച് അവരുടെ 100% നഷ്ടം എന്ന് നമുക്ക് പറയാവുന്നതാണ് ബിന്ദുവിൻ്റെ വേർപാട്. അപ്രതീക്ഷിതമായ ഈ വേർപാടിൽ മനം നൊന്ത് കഴിയുന്നത് ആ കുടുംബം മാത്രമല്ല, ഒരു നാട് മുഴുവൻ. അവിടെ ഒരു സങ്കടക്കടലായി തലയോലപ്പറമ്പ് മാറിയിരിക്കുന്നു. മറുഭാഗത്ത് നമ്മൾ കാണുന്ന കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിലെ കോൺഗ്രസ് പ്രതിഷേധം ശക്തി പ്രാപിക്കുകയാണ്. ആരോഗ്യ വകുപ്പിനെതിരെയും ആരോഗ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ നിരന്തരം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥകൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകാതിരിക്കുന്നത് എന്ന് തുടങ്ങി കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തെ കുറെ കൂടി മൂർധന്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു ബിന്ദുവിൻ്റെ വേർപാട്. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധം അത് കൂടുതൽ കനക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിലുള്ള കോട്ടയം DCCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധമാണ്.